ഹായ് വെൽക്കം ടു മൈ ചാനൽ വീക്കിയോൾക്ക്. നമുക്കിന്ന് പഴം കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ. ഇതാണ് താരം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ പഴം കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പഴം എടുത്തിട്ടുണ്ട്. ഇതൊരു 4 പഴമാണ് എടുത്തിച്ചേക്കണേ. പിന്നെ ഒരു അരമുറി തേങ്ങ, പിന്നെ ഒരു അര കപ്പ് പഞ്ചസാര, ഒരു ഗ്ലാസ് പാല്, ഒരു ഗ്ലാസ് റവ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. തീ കത്തിക്കുക. ഇത് വെണ്ണയിട്ട് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പത്തിട്ട് കൊടുക്കാം. പത്രം ഞാൻ എടുത്തായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് പഴത്തെടുക്കാം. പഴത്തെടുക്കാം. എന്നിട്ടൊന്ന് വാഴ്ത്തണം. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ടെടുക്കാം. പഞ്ചസാരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കാണാം. എൻ്റെ വീഡിയോസ് ആദ്യം ചെയ്ത വീഡിയോസ് നല്ല വ്യത്യാസം കിട്ടും ഇപ്പോൾ ചെയ്യുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തിരുന്നതും. അതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കും, ഒരു കൈ കൊണ്ട് പാചകം ചെയ്യലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഒരു ട്രൈപോഡൊക്കെ കഴിച്ച് തണുത്ത് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടെടുക്കാം. തേങ്ങ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിതിലേക്ക് റവ ഇട്ടെടുക്കാം. ഈ ഒരു കപ്പ് റവയാണ് ഇട്ടെടുത്തേക്കണേ. റവ ഇട്ടെടുക്കാം. മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഇതൊന്ന് പിടിച്ചെടുമ്പോൾ നമുക്ക് പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കണം.
പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലൊന്ന് വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വിത്ത് കിട്ടുന്ന പഴത്തിലാവണം. നമുക്ക് ഇതിന് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമുക്കത് വേറെ ബൗളിലേക്ക് എടുത്തിരിക്കുന്ന ഗ്ലാസ് ബൗളാണ്, അതിലേക്ക് ഇത് മാറ്റാനായിട്ട് ചെയ്യണം. ഇത് ചൂടാറിത്തൊന്ന് കൈ കൊണ്ടൊന്ന് നമുക്ക് ഉരുത്തെടുക്കാം. അപ്പം നമ്മുടെ ഈ മിശ്രിതം ഉണ്ടല്ലോ പഴത്തിൻ്റെ, ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇത് കൈ കൊണ്ട് നമുക്ക് ഉരുത്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുത്തെടുക്കാം കേട്ടോ. ഈ ഷേപ്പിലാണ് ഉരുത്തെടുക്കുന്നത്. ഈ വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉരുത്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാതും ഉരുത്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാതും ഉരുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളകളൊക്കെ ഇതാ ഉരുത്തി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 4 ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതാ എല്ലാതും ഉരുത്തി കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. അതിനകത്തൊരു പാത്രം ഒപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായിട്ട് വരണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ റവ അതൊന്നും നമുക്കൊന്ന് വറുത്തെടുക്കാമെന്ന് മാത്രം. ഞാനൊരു ചാനലിൽ കണ്ടതാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കും എൻ്റെ കയ്യിലുള്ളതൊക്കെ ചാനലുകൾ നിങ്ങൾ കണ്ടതാണല്ലോന്ന്. ശരിയാണ്, പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓരോ പരീക്ഷണങ്ങൾ നടത്താനും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്ന റെസിപ്പികൾ കാണുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് കൊടുക്കാം. നമ്മളിടയ്ക്ക് ഒരു സെറ്റ് മുഴുവൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
മറിച്ചിട്ട് കൊടുത്തേ. നേരത്തെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്ന് പൊട്ടിത്തെറിച്ചേ. ടീസ്പൂണൊക്കെ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. ഒന്നായി വരുമ്പോൾ അടുത്ത ഭാഗം മറിച്ചിടാം. ചിലതൊക്കെ ആയി വരുന്നുണ്ട്, അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടോ. നമുക്ക് നമ്മൾ പൊട്ടിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ സ്നാക്സ്. നല്ല സോഫ്റ്റാണ് സ്നാക്സ്. അപ്പോൾ എല്ലാം ഇതൊക്കെ കണ്ടോ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റ്നെസ്സും ആണ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി വെറൈറ്റി വീഡിയോ കാണുന്നവർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.